ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു വീനാസ് കുക്കിംഗ് ചാനൽ. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻസ്, പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വീഡിയോ കാണണേ, മറക്കല്ലേ. ഇനി ഞാൻ കുറച്ച് വീടെല്ലാം വൃത്തിയാക്കാൻ പോവാണേ. എന്തായാലും വിഷു അടുത്ത് വരാനായി, ഒരു 4-5 ദിവസമേ ഉള്ളൂ. പിന്നെ ഏച്ചിൻ്റെ മോൻ്റെ ഒരു കല്യാണമുണ്ട്. നമ്മളുടെ വീട് അപ്പുറത്തെ വീട് തന്നെ. അങ്ങനെ ഇവിടുത്തെ ഫുഡ് കറികളെല്ലാം നമ്മളുടെ വീട്ടിൽ തന്നെ. അങ്ങനെ കുറേ ആളുണ്ടാ വന്നിട്ട് ഞാൻ 2 പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ 2 പരിപാടിക്ക് ഒരുമിച്ച് ഞാൻ വൃത്തിയാക്കാൻ എന്നിട്ട് നിന്നാണ്. അങ്ങനെ ഡീപ്പൊന്നും ക്ലീനിങ് ഇല്ല. ഇപ്പോൾ 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട്. അത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. ആ ബർത്ത്ഡേക്ക് ഞാൻ എല്ലാം മൊത്തം വീടെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ക്ലീൻ ചെയ്യാൻ അങ്ങനെ വലിയ ഒന്നും ഇതില്ല. പിന്നെ ഏച്ചിൻ്റെ വീട്ടിൽ കുറേ പണിയെടുത്തിട്ട് നമ്മളുടെ വീട്ടിലെല്ലാം പൊടി വാരിയിട്ടുണ്ടായി. അതിന് കുറച്ച് ആ പൊടിയെല്ലാം തട്ടാന്നിട്ട് ഇന്ന് ഞാൻ ഈ നോക്കുകയാണേ. സോഫ കവറ് തുണിയെല്ലാം ഫസ്റ്റ് അലക്കിയാൽ വെയിൽ നല്ലോണം ഉണങ്ങുമല്ലോ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് അലക്കുന്ന പരിപാടി നോക്കുന്നുണ്ട്. പിന്നെ മണ്ണമല എടുക്കാമല്ലോ. ഇപ്പോൾ വിശ്വസിക്കാനാവുന്നില്ല, ഏത് സമയത്തും മഴ വരും എന്നിട്ട് വിശ്വസിക്കാനാവുന്നില്ല. അതിന് ഞാൻ ഫസ്റ്റ് ചവിട്ടി, മാറ്റ്, പായ് കുറേ ഉണ്ടായി. കുട്ടി മൂത്രമെല്ലാം ഒഴിച്ച പായെല്ലാം ഉണ്ടായി. അതെല്ലാം അലക്കാൻ. എന്നിട്ട് എന്തായാലും കല്യാണത്തൊക്കെ കുറേ ആൾ വരുന്നതല്ലേ. എന്നിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് തുണി അലക്കുന്ന പരിപാടി ഞാൻ നോക്കിയത്. അങ്ങനെ നല്ല വെയിലുണ്ട്, വെയിലേക്ക് വേഗം ഉണങ്ങുമല്ലേ. എന്നിട്ട് എല്ലാം അലക്കി മെഷീനിൽ അലക്കണത് മെഷീനിലിട്ട് കയ്യിൽ അലക്കണത് കയ്യിൽ അലക്കാൻ എന്നിട്ട് നോക്കിയാണ്. ആ ചവിട്ടിയെല്ലാം ഞാൻ കയ്യിൽ തന്നെ അലക്കണത്, മെഷീനിലിടുന്നില്ല. ആ സോഫ കവറെല്ലാം മെഷീനിലിട്ടിട്ട് തന്നെ അലക്കിയത്. അങ്ങനെ അലക്കിയ കറികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വണ്ണമല എടുക്കാൻ എന്നിട്ട് പോവാണ്. അത്രയൊന്നും വണ്ണമല വന്നിട്ടില്ല. പൊടിയുണ്ട്. പൊടി എന്താ പറയുക, അടുത്ത ഏച്ചീൻ്റെ വീട്ടിൽ കുറേ കല്യാണത്തെ പണിയെല്ലാം ചെയ്തു. ആ പൊടിയെല്ലാം ഇങ്ങോട്ട് വന്നിന്. അങ്ങനെ പൊടിയെല്ലാം ലൈറ്റായിട്ട് ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. വണ്ണമലയെല്ലാം എടുത്ത് വീടെല്ലാം അടച്ച് വാരി. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായി പൊടിയെല്ലാം തട്ടിട്ട്. ആ പാത്രങ്ങളെല്ലാം കഴുകാൻ എന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ട്. കുട്ടി ഇപ്പോൾ ഉറങ്ങിനി. ഈ ഉറങ്ങാൻ സമയം ഒച്ച ഇടാതെ പാത്രമെല്ലാം കഴുകണമല്ലോ. എന്നിട്ട് പാത്രമെല്ലാം കഴുകാൻ എന്നിട്ട് നോക്കുകയാണേ. മലയാളം സംസാരിക്കണ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാണ്. എല്ലാവരും ക്ഷമിക്കണേ. എൻ്റെ മലയാളം സംസാരിക്കണം കേട്ടിട്ട് നിങ്ങളെല്ലാം ചിരിക്കല്ലേ. ഇതേത് ഭാഷയാണെന്ന്. പിന്നെ ഞാൻ കന്നഡ സംസാരിക്കുന്നത് കൊണ്ട് മലയാളം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ മലയാളത്തിലെ റീൽസ് ചെയ്യണം എന്നിട്ട് മലയാളത്തിൽ റീൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ആവൂ. മലയാളം പെട്ടെന്ന് പഠിക്കാനാവുന്നില്ലല്ലേ, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മലയാളം പഠിക്കാൻ. അങ്ങനെ എൻ്റെ മലയാളം കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണേ. ഞാൻ കന്നഡത്തിൽ റീൽസ് ചെയ്യുന്നില്ല, മലയാളത്തിൽ തന്നെ റീൽസ് ചെയ്യണം. എന്നിട്ട് മലയാളത്തിൽ തന്നെ തെറ്റായ സാരില്ല എന്നിട്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണേ.
പണി എത്ര എടുത്താലും മതിയാവുന്നില്ല, വൃത്തിയും ആവുന്നില്ല. എല്ലാ റൂമും പണിയെടുക്കുക, അടുക്കളത്തെ പണി മാത്രം എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. എത്ര വൃത്തിയാക്കാലും പിന്നെ അത് വൃത്തികേടാവും അല്ലേ. നമ്മൾ എന്തായാലും പെണ്ണുങ്ങൾ ദിവസം അടിച്ച് വാരണ തന്നെ അടുക്കളയെല്ലാം ദിവസം വൃത്തിയാക്കുമല്ലോ. അതിന് നമുക്ക് അടുക്കള പണിയെടുക്കണം കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. ഇതേപോലെ നമ്മളുടെ നാട്ടിൽ ഗൗരി ഗണേശ ചതുർത്ഥി വരൂ. ആ സമയത്തിൽ പിന്നെ ദീപാവലി അങ്ങനെ ആ സമയത്തിലെല്ലാം ഇങ്ങനെ മൊത്തം വീടെല്ലാം വൃത്തിയാക്കലുണ്ട്. അതേപോലെ ഞാൻ ഇവിടെ കേരളത്തിൽ അങ്ങനെ തന്നെ മൊത്തം വീടെല്ലാം നമുക്ക് ഓണോ വിഷു വന്നാൽ ഞാൻ വീടെല്ലാം മൊത്തം വൃത്തിയാക്കും. പിന്നെ ഇപ്പോൾ എല്ലാ പണിയെടുത്തിട്ട് അതിനെ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാമല്ലോ എന്നിട്ട് വൃത്തി ചെയ്യാന്നിട്ട് നോക്കി. പിന്നെ ഞാൻ ആഴ്ചക്കൊരിക്കൽ ഈ സാധനം കൊണ്ടുവരുമ്പോൾ ഞാൻ അങ്ങനെ ആഴ്ചക്കൊരിക്കൽ ഫ്രിഡ്ജെല്ലാം മൊത്തം വൃത്തിയാക്കലുണ്ട്. അങ്ങനെ ഒന്നും വലിയ ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല. എന്നാലും ഓർക്കെ ചെയ്തോ എല്ലാ പണിയെടുക്കുമ്പോൾ ഇത് ഫ്രിഡ്ജ് മാത്രം ബാക്കിയാക്കണത് എന്തിന് എന്നിട്ട് ഞാനപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ പണിയെല്ലാം കഴിയാൻ നോക്കുമ്പോൾ മോനും എണീച്ച്. പിന്നെ മോൻ്റെ കൂടെ കളിക്കാൻ ഒരു കുട്ടിയുണ്ട്, ഒരു മോളുണ്ട്, ഏച്ചിൻ്റെ മോളുടെ മോളും. ഒരു ഗൾഫിലുണ്ട്. അങ്ങനെ ആ കുട്ടി മോളുടെ അടുത്ത് വരും, കളിക്കും. അങ്ങനെ കുട്ടിയെ നോക്കാൻ കുട്ടീൻ്റെ കൂടെ ആളുണ്ട്. അങ്ങനെ വേഗം വൃത്തിയാക്കാൻ എന്നിട്ട് ഈമിനെ വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ കുട്ടി എണീച്ച പിന്നെ ഒരു പണി നടക്കുന്നില്ല. അങ്ങനെ വേഗം വൃത്തിയാക്കാൻ എന്നിട്ട് ഫ്രിഡ്ജെല്ലാം ഇപ്പോൾ വൃത്തിയാക്കി. അടുക്കള കുറച്ച് അടിച്ച് വാരാനുണ്ടായി. അടുക്കളയെല്ലാം അടിച്ച് വാരിയിട്ടു. ഇപ്പോൾ എണീച്ച കുട്ടിക്ക് തിന്നാൻ എന്തായാലും കൊടുക്കാമല്ലേ എന്നിട്ട് ഓനക്ക് കുറച്ച് കുറുക്കു ആക്കി കുറുക്ക് തിന്നാൻ കൊടുക്കലുണ്ട്. ഓന് തിന്നുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. അവിടെ ഇവിടെ എല്ലാം പോയിട്ട് കാണിച്ചിട്ട് എന്തെല്ലോ കാണിച്ചിട്ട് കൊടുക്കണം. എന്നാലും തിന്നുന്നത് ഭയങ്കര കഷ്ടപ്പാട് തന്നെ. അതിനല്ലേ കുട്ടികളെന്ത് പറയണത്,
എന്നാ ചെയ്യുക. അങ്ങനെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ. പിന്നെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അവിടെ